السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الحمد لله الواحد القهار والصمد الجبار العزيز السلطان واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله صلى الله على سيدنا محمد وعلى ال سيدنا ومولانا محمد صلاة وسلاما دائمين متلازمين. أما بعد فقد قال الله سبحانه وتعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. قال الله سبحانه قال رسول الله صلى الله عليه وسلم: كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ കമനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൃപയാൽ പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും ഖബറിടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ ദിനത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും ഖബർ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്നും പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞു കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിൽ നമ്മൾ എന്തെല്ലാം അമലുകൾ ചെയ്തിട്ടുണ്ടോ ആ അമലുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ വിട പറഞ്ഞിരിക്കുന്ന ഈ വേളയിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. എന്തിന്? കാരണം ഈമാനുള്ള മനസ്സും ശരീരവും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാൻ സാധിക്കുന്നതാണ് എന്നതിന്റെ തെളിവാണ് നോമ്പ്. അത് നാം എല്ലാവരും തെളിയിച്ചിരിക്കുകയാണ്. അത് നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യണം. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്: റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നമ്മൾക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം, നമ്മൾക്ക് സന്മാർഗം നൽകിയതിനു ശേഷം, നമ്മൾക്ക് റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകിയതിനു ശേഷം, റമളാൻ മാസത്തിൽ നിരന്തരമായ അമലുകൾ ചെയ്യാൻ തൗഫീഖ് നൽകിയതിനു ശേഷം, അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ച് കളയല്ലേ, നിന്റെ അമലുകളിലായി തന്നെ കഴിഞ്ഞുകൂടാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. തീർന്നില്ല. വഹബ് ലനാ മിൻ ലദുക റഹ്മ, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾക്ക് അബ്ദായി നൽകണമേ, ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, അല്ലാഹുവേ നീ തന്നെയാണല്ലോ ദാനം നൽകുന്നതിൽ ഏറ്റവും നല്ല ഉത്തമൻ. പരിശുദ്ധമായ ഈ സുദിനത്തിൽ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അസ്സൗമു ലാ യൻതഹി, ഒരിക്കലും നോമ്പുകൾ അവസാനിക്കുന്നില്ല. നമ്മൾ ഈ നോമ്പനുഷ്ഠിച്ച റമദാൻ മാസത്തിലെ നോമ്പുകൾ മാത്രമല്ല, മറിച്ച് ഇനി തുടർന്നുള്ള 6 ദിവസത്തെ നോമ്പുകളുണ്ട്. മാത്രമല്ല സുന്നത്തുകൾ നോമ്പുകൾ പലവിധമുണ്ട്.
അതുപോലെ തന്നെ വൽ ഖുർആനു ലാ യർഹലു, പരിശുദ്ധമായ ഖുർആൻ എവിടെയും പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയ മാസമാണ് ഈ റമദാൻ മാസം. അത് നമ്മളിൽ നിന്ന് കഴിഞ്ഞു കടന്നിരിക്കുകയാണ്. ഈ റമദാൻ മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയെന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഖുർആനെ നമ്മൾ ഓതാതിരിക്കരുത്. അതുപോലെ തന്നെ വൽ മസാജിദു ലൻ തുഗ്ലഖു, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനങ്ങൾ ഒരിക്കലും കൊട്ടിയടക്കപ്പെടുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഇബാദത്തിനായി തുറന്നു കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ വൽ ഇസ്തിജാബതു ലൻ തതവഖഫു, ദുആയ്ക്ക് ഇനിയും ഉത്തരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസം മാത്രമല്ല ദുആയ്ക്ക് ഉത്തരം നൽകുന്നത്, മറിച്ച് എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് വേണ്ടി ദുആയ്ക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വൽ അജ്റു ലാ യൻഖതിഉ, കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്നത് വരെ നീ അവനെ ആരാധിക്കണേ. അതുപോലെ തന്നെ കുൻ റബ്ബാനിയ വലാ തകുൻ റമളാനിയ, നീ അല്ലാഹുവിനെ അടിയുറച്ച് വിശ്വാസിയായി തീരണേ, അല്ലാഹുവിനെ ആരാധിക്കുന്ന യഥാർത്ഥ അടിയാറുകളിൽ പെട്ടമായി തീരണേ. വലാ തകുൻ റമളാനിയ, എന്നാൽ നീ റമളാനിൽ മാത്രം വരുന്ന, പള്ളികളിലേക്ക് റമളാനിൽ മാത്രം എത്തിച്ചേരുന്ന വ്യക്തികളാകരുതേ. പരിശുദ്ധമായ റമളാനിന് ശേഷം വളരെ അധികം ശ്രദ്ധിക്കേണ്ടതായ 5 കാര്യങ്ങൾ കൂടിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളികളെ നമ്മൾ മറക്കാതിരിക്കുക. അൽ മസ്ജിദു ബൈതു കുല്ലു തഖിയ്യിൻ, പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനങ്ങൾ അത് ഓരോ മുത്തഖിയുടെ ഭവനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സബഅത്തുൻ യുവല്ലഹുമുല്ലാഹ് ഫീ ളില്ലിഹി യൗമ ലാ ളില്ലു, ഒരു തണലുമില്ലാത്ത മഹ്ശറ മൻസബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണൽ മാത്രം ഉള്ള ആ സമയത്ത് 7 കൂട്ടർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണൽ കിട്ടുന്നതാണ്. ആരാണ്? ആദരവായ നബി തങ്ങൾ പറയുകയാണ്, നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആരാധനയിലായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിലായി കഴിഞ്ഞുകൂടിയവർ. മാത്രമല്ല വറജുൽ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളികളുമായി തന്റെ ഹൃദയത്തെ ബന്ധപ്പെടുത്തിയവർ. ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവർ, സുബഹി കഴിഞ്ഞാൽ ളുഹറിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവർ, ളുഹർ കഴിഞ്ഞാൽ അസറിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നവർ, ഇങ്ങനെ അടുത്ത നമസ്കാരത്തിന് വേണ്ടി പള്ളിയുമായി ധാരാളം ബന്ധപ്പെടുന്ന വ്യക്തികൾ. അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണൽ കിട്ടുമെന്ന് ആദരവായ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, അധികമായി ദിക്ർ ചെയ്യുക, ദിവസവും ദിക്ർ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യണേ, ദിക്റൻ കസീറ, ധാരാളമായി ദിക്റുകൾ ചെയ്യണേ, വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും അല്ലാഹുവിനെ തസ്ബീഹുകൾ ചെയ്യണേ, അല്ലാഹുവിനെ പ്രകീർത്തിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേളയിൽ പറയുകയാണ്, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, 2 കലിമത്തുകളുണ്ട്, ആ കലിമത്തുകൾ നാവിന് ഏറ്റവും ലഘുവായതാണ്, നാവിന് പറയാൻ ഏറ്റവും ലഘുവായ കലിമത്തുകളാണ്. മാത്രവുമല്ല സഖീലതാനി ഫിൽ മീസാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മീസാനിൽ നമ്മുടെ ഓരോരുത്തരുടെയും അമലുകൾ തൂക്കി നോക്കുന്ന ത്രാസുണ്ടല്ലോ, ആ ത്രാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ള കലിമത്തുകളാണ് ആ കലിമത്തുകൾ. തീർന്നില്ല, ഹബീബത്താനി ഇലർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ കലിമത്തുകളാണ് ആ കലിമത്തുകൾ. ആ കലിമത്ത് ഏതെന്നറിയുമോ? സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അതേ നാവിന് ഏറ്റവും ലഘുവായ കലിമത്താണ്. അതുപോലെ തന്നെ മീസാനിൽ ഏറ്റവും ത്രാസിന് ഭാരം നിൽക്കുന്ന കലിമത്താണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ കലിമത്തുകളാണ്. മൂന്നാമതായി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുക. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു കിടന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നാം ലൈലത്തുൽ ഖദറിൽ പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കി. പരിശുദ്ധമായ റമളാൻ മാസം വരുമ്പോൾ മാത്രം നമ്മൾ ഖുർആൻ ഓതേണ്ടതല്ല, മറിച്ച് യഥാസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്മാർഗമായി
നമുക്ക് മുമ്പിലേക്ക് ഇട്ട് തന്നിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ അത് നമ്മൾ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കണം. ഖുർആൻ ക്ലാസുകൾ അതുപോലെ തന്നെ ഖുർആൻ പഠനവേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരിക്കലും പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ശപിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. അതുപോലെ തന്നെ നാലാമതായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹുവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, മാ യഅബഉ റബ്ബി ലൗലാ ദുആഉകും, നബിയെ താങ്കളുടെ ഉമ്മത്തുകളോട് പറഞ്ഞു കൊടുക്കുക, മാ യഅബഉ റബ്ബി ലൗലാ ദുആഉകും, നിരന്തരമായി പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ നാഥനുണ്ടല്ലോ നിങ്ങളെ ഒരിക്കലും പരിഗണിക്കുകയില്ലായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായി നബി നമ്മളോട് അറിയിച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല, അഞ്ചാമതായ ഒരു കാര്യം കൂടെയുണ്ട്. അടിയന്തരമായി ഹൃദയം ഉറക്കുന്നതിന് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. കാരണം ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാ യുഖല്ലിബുഹാ കൈഫ യശാ. ഇന്നൽ ഖുലൂബ, തീർച്ചയായും ഹൃദയം എന്നത് ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാ, അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലുള്ള വിരലിന്റെ ഇടയിലാണ് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം. യുഖല്ലിബുഹാ കൈഫ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് അതിനെ മറിക്കുന്നതാണ്. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിൽ ഖൽബി അലാ ദീനി വ തആതി. അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിൽ ഖൽബി അലാ ദീനി, അല്ലാഹുവിന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. എൻ്റെ അമലുകൾ ചെയ്ത, എൻ്റെ ആ കർമ്മങ്ങൾ ചെയ്ത ഈ ഹൃദയത്തെ വ തആതിക, നിന്റെ അനുസരണയിലായി നീ കഴിച്ചു കൂട്ടാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ് എന്ന് നാം ഓരോരുത്തരും ഓരോ നമസ്കാരത്തിന് ശേഷം അടിയന്തരമായി ദുആ ചെയ്യേണ്ട ഒരു ദുആ തന്നെയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി വ തആതി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ റമളാനിൽ ചെയ്ത പോലെ അമലുകളും ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ